KB ശ്രീധരൻ കൂടിയുണ്ട്. ശ്രീധരൻ, ഇപ്പോൾ ഡിണ്ടിഗലിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി മണിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുകയാണ്. ഇയാളുടെ പ്രതികരണവും വന്നതാണ്. ഏത് കേസിനെക്കുറിച്ച് അറിയില്ല എന്നടക്കമുള്ള പ്രതികരണങ്ങളാണ് വന്നത്. ആ നിലയിലാണോ SIT ഈ വിഷയത്തെ കാണുന്നത്? അതിനേക്കാൾ ഗൗരവമായി തന്നെ കാണുകയല്ലേ? അടുത്തേക്ക് പോലീസ് വന്നത് എന്നുള്ള ഒരു നിലപാടാണ് ഈ ഡി മണി ആവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ MS മണി എന്ന് പറയുന്ന ഇയാൾ ആവർത്തിക്കുന്നത്. ഈ വിഷയത്തിൽ SIT ഇയാളുടെ മൊഴി പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം SIT ഇവിടെ നടത്തുന്നുണ്ട്. പ്രാഥമികമായി ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും ഫിനാൻസ് സ്ഥാപനവും ഒക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ഇയാളുടെ ഓഫീസിൽ SIT സംഘം എത്തുന്നത്. അതിനുശേഷം നിരവധി ഫയലുകളൊക്കെ പരിശോധിച്ചു. ഇയാളുടെ മൊഴി വിശദമായിട്ട് എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ഈ സമൻസ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തി SITക്ക് മുൻപിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിട്ടുണ്ട്. ഈ എന്തിനാണ് അന്വേഷണം നടത്തിയെന്ന് അറിയില്ല എന്നാണ് ഇയാളുടെ ഒരു മറുപടി വന്നിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണറൊക്കെ ആയിട്ടുള്ള ബാലമുരുകൻ എന്നയാളുടെ ഫോൺ നമ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഈ നമ്പർ സംബന്ധിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു എന്നുള്ളതാണ് ഈ MS മണി നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും ഈ SIT അന്വേഷിച്ചിരുന്ന ആൾ താനല്ല എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ഈ MS മണി എന്ന് പറയുന്ന വ്യക്തി. ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഡിണ്ടിഗൽ മേഖല കേന്ദ്രീകരിച്ച് പോലീസിന്റെ SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. നിലവിലേതായാലും ഇയാളുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾക്ക് സമൻസ് നൽകി തിരുവനന്തപുരത്ത് കൂടി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അതേസമയം മണിക്ക് ചില റോളുണ്ട് ഈ വിഷയത്തിൽ എന്ന നിലയിൽ തന്നെയാണ് SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി നോട്ടീസ് നൽകി വിളിപ്പിക്കുകയാണ്. അതേസമയം രാഷ്ട്രീയമായ ആരോപണം 2 ഭാഗത്തും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയമായ വലിയ മാനം കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുമ്പോഴും അന്താരാഷ്ട്ര ബന്ധവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കൂടി ഇന്നത്തെ SITയുടെ നടപടിയിൽ നിന്നൊക്കെ വ്യക്തമാകുന്നുമുണ്ട്.